വാഹനം ഓടിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മളെ വാഹനം തീ പിടിക്കുന്നത് എന്ത് കൊണ്ടാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ തീ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് മുൻകരുതലാണ്, നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ അടയാളം മനസ്സിലാക്കാൻ പറ്റുന്നത്. പുതിയ വാഹനത്തിനും തീ പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഴക്കമേറിയ വാഹനത്തിനും തീ പിടിക്കുന്നുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർമാരും പറഞ്ഞത് പ്രകാരം പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് എടുത്ത് നമ്മൾ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് കയറ്റുമ്പോൾ അവർ പ്രോപ്പർ ആയിട്ടുള്ള വയറുകൾ, കേബിളുകൾ അവർ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സപ്പോർട്ട് ഫീസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ടേജ് വരാം. പഴക്കമേറിയ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് സർവീസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വയറുകൾ എലി കടിക്കുക, അങ്ങനെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും സംഭവിക്കാം, നമ്മൾ ഈ ഫയർ സംഭവിക്കാം. അപ്പോൾ അത് മുൻകൂട്ടിയിട്ട് എങ്ങനെ അറിയാൻ പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലായിട്ട്, കത്തുന്ന ഒരു സ്മെല്ലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി അപ്പം തന്നെ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് എന്തെങ്കിലും ഒന്ന് വർക്കിംഗ് ഇല്ലാത്തതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ നല്ലൊരു വർക്ക്ഷോപ്പിൽ നമ്മൾ കാണിക്കുക. അതുപോലെ തന്നെ നമ്മളെ മീറ്ററിന്റെ അകത്ത് നമ്മളെ ഹീറ്ററിന്റെ സിമ്പിൾ വരും. ആ സിമ്പിൾ എന്താണ്, ആ റെഡ് കത്തുന്നത് ഇപ്പൊ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു വർക്ക്ഷോപ്പിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ ആണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.